പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ത്യയ്ക്ക് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നും പ്രതിസന്ധികളെ മറികടക്കാൻ ഒറ്റക്കെട്ടായി രാജ്യം മുന്നോട്ടു പോകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലാണ് നിർദ്ദേശം. വിലക്കയറ്റവും ചരക്കു നീക്കവും ഇന്ധന വിതരണവും ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ വിവിധ ആശങ്കകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യോഗത്തിൽ പങ്കുവച്ചു. ആഘാതത്തെ തരണം ചെയ്യാൻ സംസ്ഥാനങ്ങളുടെ തയ്യാറെടുപ്പുകളും പ്രതികരണ നടപടികളും ഭാവി ആസൂത്രണവും പ്രധാനമന്ത്രി വിലയിരുത്തി. ടീം ഇന്ത്യ എന്ന സന്ദേശമാണ് മോദി ആവർത്തിച്ചത്. കേന്ദ്ര നടപടികൾ നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങൾക്ക് നൽകി. 60 ദിവസത്തെ എണ്ണ സ്റ്റോക്ക് രാജ്യത്തുണ്ട്. LPG ഉൽപ്പാദനം 40% വർദ്ധിപ്പിച്ചു. 50 ലക്ഷത്തിലധികം സിലിണ്ടറുകൾ ദിവസേന വിതരണം ചെയ്യുന്നു. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതികൾ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് കൈമാറി. ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി വിക്രം മിശ്രി തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു യോഗം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി ഇന്ത്യയ്ക്ക് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് കൂടിക്കാഴ്ച എന്നതും പ്രസക്തമാണ്. 6 വർഷം മുൻപുണ്ടായ കോവിഡ് മഹാമാരിയെ ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാണിച്ചു. അവശ്യ സാധനങ്ങളുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കുന്നതിന് എല്ലാ സംസ്ഥാന സർക്കാരുകളോടും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൂടിക്കാഴ്ചയിൽ 6 വർഷം മുൻപുണ്ടായ കോവിഡ് സാഹചര്യത്തെ നേരിട്ടതിനെക്കുറിച്ച് മോദി സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ഓർമ്മിപ്പിച്ചു. അന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചതുപോലെ ഇപ്പോഴും കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മോദി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കാനായി എല്ലാ സംസ്ഥാന സർക്കാരുകളും പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തണം. കോവിഡ് മഹാമാരി കാലത്തുണ്ടായ ടീം ഇന്ത്യ സ്പിരിറ്റ് ഇപ്പോഴും ഉണ്ടാകണം, മോദി യോഗത്തിൽ പറഞ്ഞു. കോവിഡ് കാലത്തും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി പതിവായി വെർച്വൽ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ലോക്ക്ഡൌണിന് 4 ദിവസം മുൻപ് 2020 മാർച്ച് 20-നാണ് ആദ്യ കൂടിക്കാഴ്ച നടന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിമാരെ പങ്കെടുപ്പിച്ച് മറ്റൊരു യോഗവും കേന്ദ്രം നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഇന്ത്യയിലെ ആഘാതങ്ങൾ കുറയ്ക്കാനായി കേന്ദ്രം രൂപീകരിച്ച അന്തർ മന്ത്രാലയ സമിതിയിൽ അമിത് ഷാ, നിർമ്മല സീതാരാമൻ തുടങ്ങി പ്രധാനപ്പെട്ട മന്ത്രിമാർ എല്ലാവരുമുണ്ട്. പ്രശ്നങ്ങൾ പഠിച്ച് സമിതി ശുപാർശകൾ സമർപ്പിക്കുകയും നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്യും. അതേസമയം പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇന്ധനവില വർദ്ധിപ്പിക്കാതിരിക്കാൻ പ്രത്യേക അധിക എക്സൈസ് തീരുവ കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു ഊർജ്ജ പ്രതിസന്ധി രാജ്യത്ത് സംഭവിക്കാനിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പരന്നിരുന്നു. അതിന് പിന്നോടിയായിട്ടാണ് ഇപ്പോൾ യോഗം ചേർന്നിരിക്കുന്നത്. എന്തായാലും ടീം ഇന്ത്യ എന്ന സ്പിരിറ്റിൽ എല്ലാവരും ഉറച്ചു നിൽക്കണം എന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്.